ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ തീരുമാനപ്രകാരം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ പുല്ലും പൂവും എന്ന ചിഹ്നത്തിൽ അടുത്ത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കും. എന്നെ വയനാട് ജില്ലാ തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജിയുമായി സംസാരിച്ചു. അവരുടെ എൻ്റെ ബയോഡേറ്റയും മറ്റുള്ള സംഗതികളൊക്കെ ഞാൻ ഡൽഹിയിലേക്കും ബംഗാളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എൻ്റെ ഫുൾ വിദ്യാഭ്യാസ ബയോഡേറ്റും അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ കഴിഞ്ഞ കാലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം ഇവിടെ വന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ വയനാട് ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. 14 ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥിയെ വെച്ചാണ് മത്സരിപ്പിക്കുന്നത്. അത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി ആയിട്ട് മത്സരിക്കാനാണ് എന്നോട് പാർട്ടി നിർദ്ദേശിച്ചത്. എന്തായാലും മത്സര രംഗത്ത് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.